ഇതല്ലേ ഇത് കാണാൻ. തെങ്ങിന്റെ പൊങ്ങ് പോലെ ഉണ്ട് നോക്ക്. ഇത് മതിയമ്മ. സവോള സാധനം, കറിവേപ്പില. ഇത് ആ സവോള വഴറ്റിന് കൊടുത്ത് ഇടാനുള്ളത്, അരക്കണ്ട. കറിവേപ്പില ഇത് വാഴയ്ക്ക് മധുരം കാണും. ആ സാരമില്ല, മധുരമുള്ള നല്ലതാണ്. കാരണം മാറിയില്ല. പച്ചമുളക് പൊളിക്കണോ? ചെത്തിയാൽ മതിയോ? പൊളിക്കണം. നമ്മുടെ സുമാമയുടെ അടുത്ത് ഉള്ളത് അത്തിക്കടുത്ത് ആ ചേച്ചി സ്കൂളിൽ കിട്ടുമല്ലോ. എനിക്ക് ഇത്രയും കിട്ടും. പോട്ടെ. ഇതുണ്ടോ വെളുത്തുള്ളി? വെളുത്തുള്ളി ഒക്കെ പൊടിച്ച് വെക്കും, കറി വെക്കാൻ നിൽക്കുവാണ്. ഇത് വെളുത്തുള്ളി എനിക്കറിയാൻ അങ്ങനല്ല, ഇങ്ങനെ കീർക്കി നല്ല കീർക്കി രണ്ട് സൈഡ് 3 ആയിട്ട് കീറും. അല്ല, പോലത്തേക്ക് കത്തിയില്ല, അത് കത്രി എടുത്തിട്ടാ പൊളിക്കാൻ പോയിരുന്നത്. കത്തി കൊണ്ട് പൊളിക്കാനല്ലേ. അത് എന്നത് പൊടിയത്? ഇത് രണ്ടെണ്ണം അരയ്ക്കാൻ. പച്ചമുളക് അരയ്ക്കാനുള്ള പച്ചമുളകാണ്. കേടാണോ അറിയില്ല. ഒരു പച്ചമുളക് കൂടെ വേണ്ടത്? വേണ്ട, തിരുക്കോട്ടെ. രണ്ടെണ്ണം മതിയില്ലേ? ഇല്ലടി, ഞാൻ ഇതിന്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇനി ഇതാണോ വേണ്ടേ? അത്രയൊന്നും വേണ്ട അരയ്ക്കാൻ. പിന്നെ 2 മതിയോ? അച്ചപ്പ് 2 മതിയോ? കൊച്ചിന് എന്നാണ് നീ ഉണ്ടാക്കി കൊടുത്തേ? അതെവിടെ ഇട്ടേ? അത്രയും വേണ്ട കുഞ്ഞെ. ഇത്രയും വേണം. ഭയങ്കര വെളുത്തുള്ളിയുടെ ചുവയായിരിക്കും. ഒത്തിരി വേണ്ട, ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം. അത് ഉണങ്ങിപ്പോ. ഇത്രയും മതിയില്ലേ? ഇത് മതിയായിരിക്കും അല്ലേ? ഇത് തൊലി പൊളിച്ചോ? തൊലി പൊളിച്ചോ? തൊലി പൊളിക്കാം. സ്റ്റൗൊക്കെ തുടച്ച് കളഞ്ഞു. സ്റ്റൗവോ? ചട്ടിയില്ല, ചീഞ്ചട്ടിയില്ല. ഇതെന്താ ഇത് മതിയോ? കറി വെക്കണമെന്നുള്ള ഒരു പാത്രമൊക്കെ കഴുകി വെക്കണം. ആക്കി ഇന്ന് കറി വെച്ചാലേ നാളെ കൂട്ടാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇന്ന് കറി വെച്ച് ഇന്ന് കൂട്ടാൻ കൊള്ളത്തില്ല, നാളെ കറി കൂട്ടുമ്പോൾ നല്ല അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാളൻ, അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ കാളനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എടാ ഞാൻ ചോദിക്കട്ടെടാ, ഇവിടെ വണ്ടിയെ കയറി അന്നേരത്തേനും ഉറങ്ങും, അന്നേരം പിന്നെ നിന്നെ എവിടെ ടൂർ വിടണേ? എടാ വണ്ടർലയില് നമ്മുടെ അവസ്ഥ നീ ഓർക്കണോടാ. ടൂർ വിടണേ 1400 രൂപ കൊടുക്കണ്ടേ? 2000 രൂപ കൊടുക്കാനാണെങ്കിൽ വാടക കൊടുക്കത്തില്ല. 2500 രൂപ 300-400 കൂടെ ഉണ്ടെങ്കിൽ ഈ മാസത്തെ വാടക കൊടുത്തില്ലടാ. എടാ ആശിന, നീ ആദ്യം 500 രൂപ പിന്നെ 1600 നീ ഇവിടുത്തെ അച്ഛയുടെ അവസ്ഥ നീ മനസ്സിലാക്കിയില്ല. അതിനകത്തില്ല, അത് മറ്റേ നടന്നാണ് ഈ പറയുന്നത്. കാലുമില്ല കൈയില്ലാതെ നടന്നല്ലേ ഈ പണി പണിയണത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ടൂർ പോയിരുന്നോർത്തോണ്ട് ഒരു കുഴപ്പമില്ല. അടുത്തേക്ക് കൂടിയാണ് പിന്നെയാ കുഞ്ഞ തീ എടുക്കില്ല, കൈ കൊള്ളൂന്നേ. എവിടെയൊക്കെ ചക്കനെ നോക്കിയില്ലെങ്കിൽ മോനടിച്ചു വെക്കണം, സവോള അരിഞ്ഞു വെക്കണം, എല്ലാം ചെയ്തിട്ട് വേണം. ഇതെന്താ എണ്ണയോ? ഇപ്പൊ ഒന്ന് വെച്ചേക്കല്ലേ ഇതിനകത്ത്. പാത്രം കഴുകി തന്നെ കറി വെക്കേണ്ട ഒരു പാത്രമൊക്കെ കഴുകിയാ കഴുകണ്ടേ. കാണിക്കുവോ? ഇല്ല നല്ല തീ പിടിക്കണ്ടോ?
ഇത് ഇടണം. ആദ്യം നമ്മൾ മുളക് ഇടാം. ഇതിന് ശകല എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തുണ്ടല്ലോ ശകല സവോളയും ഒരു സവോളയും ഒരു പച്ചമുളകും 2 കറുവേപ്പിലയും കൂടി ഇട്ടിങ്ങനെ ശകല നേരം ഇറച്ചിക്കറി വെക്കുന്ന പോലെ എങ്ങനെ ഇത് വെക്കുന്നു ഇതൊന്ന് അതല്ലേ നിന്നോട് പറഞ്ഞേ ഇതിങ്ങനെ ഇളക്കണം ഒരു ഗോൾഡ് കളറല്ലേ ഇതൊന്ന് ശരിക്കും വാടി വരുമ്പോഴത്തേനും വാഴയ്ക്കും നമ്മൾ മഞ്ഞപ്പൊടി ഇതിനകത്ത് അരച്ചിലിങ്ങി വെക്കണം അരപ്പിൻ്റെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് അരച്ചിലിങ്ങി വെക്കാം എന്നിട്ട് അരച്ചതുകൊണ്ട് ഇപ്പം ഇനി പാക്കി ഇത് വഴറ്റണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം കരിഞ്ഞൊന്നും പോകല്ലേ വാടി ഒരുമാതിരി സോഫ്റ്റ് ആവുന്ന ഇളക്കണം ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ മുളക് ഇങ്ങനെ അരിയാം ചിക്കറി അപ്പോൾ എങ്ങനെ വേണേലും അരിയാം ഞാൻ എങ്ങനെ വേണേലും അരിയാം ഇതിങ്ങനെ ഇറക്കിയിട്ടുണ്ടല്ലോ എടുത്ത് കുടിക്കട്ടെ ചുമട് വന്ന് കുടിക്കുക വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ പാമ്പോയില ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതായിരിക്കും പാമ്പോയില ഞാനിപ്പോൾ ഒഴിച്ചത് അപ്പോൾ ഇല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും വെളിച്ചെണ്ണ ഇല്ലായിരുന്നു അതാണ് ഞാൻ വെളിച്ചെണ്ണ വെച്ചില്ല പാമ്പോയില ഒരു നുള്ളു പാമ്പ് ഇത് മതിയാവും ഇനി ഇതിൻ്റെ അകത്തോട്ട് കായ ഏത്തക്കായ ഞാൻ കായിട്ട് അതൊക്കെ കാണിച്ചു തരാം എളുപ്പം ഉണ്ടാക്കാം മോരുകറിയല്ലേ ഇത് എങ്ങനെയാണോ കാള വെക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വെള്ളം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആടി വരുമ്പോഴത്തേനും ഈ വെളുത്തുള്ളി വാ നീ ഇത് കരിയുന്നു ആടി കരിയരുത് വാ ഇങ്ങോട്ട് ഇതേടാ ഇങ്ങനെ ഒന്ന് ചെറിയ ഇത് കളർ മാറി വരുമ്പോഴത്തേനും നമ്മൾ ഈ വെളുത്തുള്ളി അരച്ച് അരപ്പില്ലേ അരപ്പ് വെളുത്തുള്ളി ജീരകവും ഇളക്കാം ഇളക്കിയിട്ട് കഴുകി അടിച്ച് വേവാൻ പറ്റും
ഇച്ചിരി വെള്ളം ചേർക്കണം. ഗോൾഡിന്റെ കളർ പോലെയുണ്ട് നമ്മുടെ സ്പെഷ്യൽ കറി. ഉപ്പിടണം അതിനകത്ത്. ഇച്ചിരി മതിയില്ലേ? ഇതിനി വേവണം. ഇച്ചിരി ഞാനിടാം. എത്ര എണ്ണടി അളവ് കാണിക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇടണം അതിൻ്റെ അകത്ത്. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കണം. വേവണം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് വേവണം. ഇതല്ലേ ഇത് നല്ല വെന്ത് വന്നു. ഇച്ചിരി കൂടെ ഇത് വെന്ത് പാകമായി. നമുക്കിതിൻ്റെ അകത്തോട്ട് മോര് ചേർക്കാം. ശരി, മോര് ചേർക്കാം അല്ലേ? ഇപ്പൊ ഞാൻ പഠിച്ചു ഇത് ഉണ്ടാക്കാൻ. ഇതിനകത്ത് ആദ്യം വേണ്ടത് സവോള, പച്ചമുളക്, കറിവേപ്പില. ഒരു സവോളയും 2-3 പച്ചമുളകും, അല്ല 2 പച്ചമുളകും 2-3 കറിവേപ്പിലയും ഇടണം. തീ കുറച്ച് വെക്കണം. ഈ ചുമയുള്ളപ്പോൾ ഇത് കഴിക്കണ്ട കേട്ടോ. ഒത്തിരി തിളച്ച് മറിയാൻ പാടില്ല. അത് ഒത്തിരി തിളച്ച് മറിഞ്ഞാലേ പിന്നെ മൂടി വെച്ച ചൂടാക്കി കഴിയുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നോക്കുമ്പോഴത്തേനും ഓഫാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ശക്കലം മുളക് പൊടി എണ്ണ വെക്കണേ. എന്നിട്ട്